ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു അടുക്കള, എൻ്റെ കുഞ്ഞു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഈ അടുക്കള. ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കണതും ഈ അടുക്കളയിലാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലവും ഈ അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇത് ആണ് കുറച്ചൊന്ന് വൃത്തിയാക്കാണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയം കേട്ട നിങ്ങൾ വേണമെങ്കിൽ ചിലർ വിചാരിച്ചു ഈ പെണ്ണിന് ഇതിൻ്റെ കേടാന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാൻ രാത്രി 10 മണിക്കാണ് കേട്ടോ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ നേരത്തെ ഒരു 9:30 ആയപ്പോഴത്തേന് മക്കളൊക്കെ കിടന്ന്, മക്കൾക്കാണെങ്കിൽ ചെറിയൊരു തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഓരൊക്കെ കിടന്നതിന് ശേഷം ഒരാളുണ്ട് കേട്ടോ, പൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓളം കൂടി കൂട്ടിങ്ങാണ്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിക്കണത്. അപ്പം വീഡിയോ എടുക്കുകയും ചെയ്യുക, അത് ക്ലീൻ ആക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് വന്നിക്കണത്. അപ്പം ചിലർക്കെങ്കിലുമൊക്കെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമുള്ളവരുണ്ടാവില്ല. പിന്നെ പോലെ എനിക്ക് ക്ലീനിങ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാമെന്നും കരുതി വന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചുമരുമേലൊക്കെ കയറി നിന്നുകൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ കൂടെ ഉള്ളത് ഏറ്റവും നല്ലതാണ്. എപ്പോഴാ പൊളിഞ്ഞിട്ട് വീഴുക എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റിയതാണ്. കഴിഞ്ഞ കൊല്ലം റമദാനിക്ക് ഇതേമാതിരി ഞാനിത് റാക്കിൻ്റെ മേലൊക്കെ കയറിങ്ങാണ്ട് ഞാൻ വീണിട്ട് അയൽവാസികളൊക്കെ ഓടി വന്നാണ് എന്നെ പിടിച്ച് പൊക്കിയത്. അപ്പം ഞാൻ അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാളൊപ്പം ഉണ്ടാകുമ്പോഴാണ് കയറി ചെയ്യൽ. അപ്പോൾ അതവിടെ ചുമരൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉരച്ച് ഇതാക്കിയതിൻ്റെ ശേഷം ഞാനതൊക്കെ തുടച്ച് ഒരു ഭാഗം ഞാൻ നന്നാക്കിയതിൻ്റെ ശേഷം മറ്റേ ഭാഗത്തേക്ക് നന്നാക്കാൻ നിന്നത് ഇട്ടാ. എല്ലാം കൂടി അവസാനം നിൽക്കുമ്പോഴത്തേനും പിന്നെ ആ ഭാഗം തേച്ചയ്ക്ക് ഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ തുടച്ചെടുക്കാൻ ഭയങ്കര പണിയാകും. അപ്പോൾ ഒരു ഭാഗം നന്നാക്കി തുടച്ചതിൻ്റെ ശേഷമാണ് ഞാൻ മറ്റേ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ അടുക്കള ആയതുകൊണ്ട് തന്നെ നന്നാക്കി എടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ അധികം അങ്ങനെ പാത്രങ്ങളും കുപ്പി ടിന്ന് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നന്നാക്കി എടുക്കാൻ നമ്മൾ ആവശ്യത്തിന് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നന്നാക്കി എടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ ക്ലീനിങ് വീഡിയോ ഇഷ്ടമുള്ളവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ സിങ്കിൻ്റെ ഏരിയയ്ക്ക് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡുമ്മിൽ കുറച്ചൊക്കെ ഒരു കറുപ്പ് പാട് പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ നനഞ്ഞ പാത്രം അതുപോലെ വെക്കല്ലേ. അപ്പോൾ അവിടെ ആ ചുമരും ആ ടൈൽസ് ഇട്ട ഭാഗവും നല്ലതുപോലെ ഒന്ന് വൃത്തികേടായിട്ടോ. അവിടെ ഒരു കറുപ്പ് പാട് പോലെ വന്നീനി. അപ്പോൾ അത് ആ ഉൾഭാഗമൊക്കെ നല്ല പണിയുണ്ടായിന് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും. പിന്നെ ഈ സ്റ്റാൻഡാണെങ്കിൽ ഗ്രില്ല് ചെയ്തതുകൊണ്ടാണെങ്കിൽ അത് എടുത്ത് കഴുകി വെക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതൊക്കെ ഞാൻ അതിന്മേൽ തന്നെ വെച്ചങ്ങാണ്ട് തുടച്ച് നല്ലതുപോലെ എടുക്കാൻ കേട്ടോ. ഇത് എൻ്റെ തുടക്കലുകൊണ്ടാണെന്ന് അത് ഒരു ഇളക്കൊക്കെ സംഭവിച്ചിരിക്കണം. എപ്പോഴാന്നാവ അതെല്ലാം കൂടി തലേക്ക് പൊളിഞ്ഞിട്ട് വികലെന്നാവ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ പണി കിട്ടലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാത്രമൊക്കെ കഴുകി ധൃതി പിടിച്ച് പാത്രം കഴുകി വെക്കുമ്പോൾ തലയ്ക്ക് ഓരോ ഏറ് കിട്ടുട്ടാ. ചട്ടിയും പാത്രമൊക്കെ സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോൾ റിട്ടൺ എൻ്റെ തലയ്ക്കട്ട വന്ന് വികലയും. എന്താ കണ്ടില്ലേ, നല്ല രാത്രി ഒരു 10:45 നേരം കഴിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെള്ളം കൊണ്ട് ഞാൻ കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പുതിയ സ്റ്റാൻഡ് പോലെ അതിനിട്ടാണ് നല്ല കഴുകിയെടുത്തപ്പോൾ നല്ല രസമുണ്ടായിന്. അപ്പോൾ പാത്രമൊക്കെ വെച്ചപ്പോൾ കാണാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ നനഞ്ഞ് റാക്കിൻ്റെ മേലൊക്കെ മുട്ടുത്തി നാട്ടുത്തി എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഈ ചെയ്യണത്. അപ്പോൾ പൊന്നു പറഞ്ഞിട്ട് ഉമ്മ നാളെ ചെയ്താൽ പോരെ, ഇതും തന്നെ നിങ്ങൾക്ക് ചെയ്യണം, നാളെ ചെയ്താൽ പോരെ എന്നൊക്കെ ഓള് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വേഗം പിന്നെ സ്റ്റാൻഡ് വെക്കണം ഞാൻ വെക്കണം. അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തുക്കണേ. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം ഞാനിതാ ഇപ്പുറത്തേക്ക് വന്നിട്ട് കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ വെക്കണ ഒരു ചെറിയൊരു റാക്കുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ടിന്നുകളൊക്കെ ഞാൻ കഴുകി വെച്ചിന് കേട്ടോ. അതിൻ്റെ ശേഷമല്ലേ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ബാക്കിയും കൂടി എടുത്തുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഓയിലും ഇട്ടിക്കണ ആ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴുകി, അത് പുറം ഭാഗം മാത്രം ഒന്ന് കഴുകി എടുത്ത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ക്ലീനിങ് ഇതൊക്കെ കാണുമ്പോൾ എനിക്കിത് ഇങ്ങനെ ഞാൻ വന്നു നോക്കൂട്ടാ, എൻ്റെ അടുക്കളൻ്റെ പാടം എന്താണെന്നൊക്കെ ഈ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കാണും. അപ്പോൾ എനിക്കിങ്ങനെ തോന്നല എന്നാൽ പിന്നെ നമ്മളതൊന്ന് നന്നാക്കിയാലോ എന്നുള്ളൊക്കെ ഒരു തോന്നൽ വന്നതാണ്. ഞാനിങ്ങനെ നന്നാക്കി എടുക്കൂട്ടാ. പിന്നെ സമയമൊന്നും നോക്കില്ല. പിന്നെ ഞാൻ ഈ സ്വിച്ച് ബോർഡ് ഇങ്ങനെ തുടച്ചെടുക്കണം. എനിക്ക് നല്ല പേടിയുണ്ട്, എപ്പോഴാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല കഷ്ടകാലത്തിന്. അപ്പം ഞാൻ അധികം ഒന്നും മിനിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടാ. അപ്പോൾ നനഞ്ഞ ശീലമൊക്കെ ആയിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മളെ കുപ്പികളൊക്കെ കഴുകി വെച്ചിരുന്നില്ല. അപ്പോൾ അതിലേക്കുള്ള
പൊടികളൊക്കെ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ നിറച്ചിട്ട് വെച്ച് ഞാനിതാ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഫൈസലാക്കൊക്കെ വന്നിട്ട് 11 മണിയൊക്കെ കഴിഞ്ഞിരിക്കണത്. ഇതാ മൊത്തത്തിൽ വൃത്തിയാക്കി അവസാന ഫൈനൽ റിസൾട്ട് ഉണ്ടായി കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള. ഇത് എപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഒരു 10-4 എന്തായാലും ഇങ്ങനെ ഉണ്ടാവും നല്ല വൃത്തിയിൽ. പിന്നെ അതിന് ശേഷം വീണ്ടും വൃത്തികേടാവും, പിന്നെ നമ്മൾ നന്നാക്കും. പിന്നെ ഞാനില്ലാത്ത സമയത്തൊക്കെ മക്കളിത് വേറെ കുളത്തിലൊക്കെ ആക്കിയിടും കേട്ടോ. ഞാൻ വിചാരിക്കും പഠിച്ചവനെ എൻ്റെ അടുക്കള തന്നെയാണോ ഇതെന്നൊക്കെ ഞാൻ വിചാരിക്കും. എന്നാലും പിന്നെ നമ്മളിത് റെഡിയാക്കി സെറ്റാക്കി എടുക്കും. പിന്നെ എപ്പോഴും വൃത്തിയാക്കി കൊണ്ടെടുക്കേണ്ട ഒരു സംഗതിയിൽ അടുക്കള, നമ്മൾക്ക് കുക്കിങ്ങും ഒക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ കൂടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.